മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം കിളിമാനൂരിൽ വയോധികനെ ഇടിച്ചു കൊലപ്പെടുത്തിയ കാർ ഓടിച്ചത് പാറശാലയിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ OP അനിൽകുമാർ തന്നെയായിരുന്നുവെന്ന് തെളിയിക്കുന്ന ചില ദൃശ്യങ്ങൾ പുറത്തുവന്നു. അപകടത്തിന് ശേഷം തിരുവല്ലം ടോൾ പ്ലാസയിലൂടെ കാർ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളാണ് 24 കിട്ടിയത്. ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങൾ നോക്കാം. നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് മരിച്ച ചേണിക്കുഴി സ്വദേശി രാജന്റെ കുടുംബം വ്യക്തമാക്കി. മനീഷ് മഹിവാൽ വീണ്ടും ചേരുന്നു തിരുവനന്തപുരത്ത്. മനീഷ്, ശരിക്കും ഈ അനിൽകുമാർ തന്നെയാണ് ഇത് ഓടിച്ചതെന്ന് ഉറപ്പായോ? SKN ഈ ദൃശ്യങ്ങളിൽ നിന്ന് അനിൽകുമാർ തന്നെയാണ് ഈ വാഹനം ഓടിച്ചതെന്നാണ് നിലവിൽ നമ്മൾ വ്യക്തമാകുന്നു. ഒപ്പം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് കൂടി ലഭ്യമായിട്ടുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് സംബന്ധിച്ച് തിരുവനന്തപുരം കമ്മീഷണർക്ക് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. വാഹനം ഓടിച്ചത് OP അനിൽകുമാർ തന്നെ എന്ന റിപ്പോർട്ടാണ് സ്പെഷ്യൽ ബ്രാഞ്ച് കൈമാറിയിട്ടുള്ളത്. ഇവിടെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഒക്കെ തന്നെ സുരക്ഷ ഒരുക്കേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ഒരു ഗുരുതരമായ വീഴ്ച അല്ലെങ്കിൽ കുറ്റം ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അവിടെ ആ വാഹനം ഇടിച്ച് തെറിപ്പിച്ച സമയത്ത് 1 മണിക്കൂറോളം വഴിയിൽ കിടന്നു രക്തം വാർന്നാണ് മരിച്ചത്. ആ സമയത്ത് ആ വാഹനം നിർത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ സന്നദ്ധനായിരുന്നെങ്കിൽ ഒരു പക്ഷേ 59 വയസ്സുള്ള രാജന്റെ ജീവൻ രക്ഷിക്കാനായതിനെ. പിന്നീട് 1 മണിക്കൂറോളം സമയം, അതായത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം. കിളിമാനൂർ പോലീസ് സ്റ്റേഷനടുത്ത് MC റോഡിന് മുൻപിലാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ ഈ അപകടം നടന്ന സമയത്ത് പിന്നീട് 1 മണിക്കൂർ ശേഷം കിളിമാനൂർ പോലീസും നാട്ടുകാരെത്തിയാണ് പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് രാജനെ എത്തിക്കുന്നത്. അവിടെ എത്തിച്ചപ്പോഴേക്കും രാജൻ മരിച്ചിരുന്നു. അങ്ങനെ വാഹനം പോലീസ് ആദ്യം തയ്യാറാക്കിയിട്ടുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പോലും പോലീസ് പറയുന്നത് ഈ വാഹനം അമിത വേഗത്തിലായിരുന്നു എത്തിയത്. പുലർച്ചെ 4 മണിക്കും 5 മണിക്കും ഇടയിലായിരുന്നു സംഭവം. അങ്ങനെ അമിത വേഗത്തിലെത്തിയ വാഹനം അലക്ഷ്യമായി ഇവിടെ ഇടിക്കുകയായിരുന്നാണ് പോലീസ് ഈ അജ്ഞാത വാഹനം എന്ന രീതിയിൽ പോലീസ് റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ അതിൽ പരാമർശിച്ചിരുന്നത്. അങ്ങനെ ഈ വാഹനം ഇടിപ്പിച്ച് തെറിപ്പിച്ചിട്ടും അത് നിർത്താതെ പോയി. ഇവിടെ ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ മാത്രമായിരിക്കില്ല, ഗുരുതരമായ ലംഘനം ഉണ്ടായിരിക്കുന്നത്, ഗുരുതരമായിട്ടുള്ള കുറ്റം ഉണ്ടായിരിക്കുന്നത് വാഹനം നിർത്താതെ പോയെന്നുള്ള കാര്യമാണ്. അത് പുതിയ നിയമം അനുസരിച്ചൊക്കെ തന്നെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി, ജാമ്യമില്ല വകുപ്പുകൾ ചുമത്തി ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നിയമ നടപടികൾ ഉണ്ടാകും. ഒപ്പം തന്നെ വകുപ്പ് തല നടപടികൾ കൂടി ഉണ്ടായിരിക്കും. നിലവിൽ ഈ ഉദ്യോഗസ്ഥൻ മറ്റൊരു കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് പുറത്തൊരു സ്ഥലത്താണ്. ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ഉദ്യോഗസ്ഥൻ തയ്യാറായിട്ടില്ല. ആ സമയത്ത് തനിക്ക് വെപ്രാളമുള്ളത് കൊണ്ട് ആ സമയത്ത് തനിക്ക് വാഹനം നിർത്താൻ തോന്നിയില്ല എന്നടക്കമുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറി എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി അത് ഔദ്യോഗികമായി പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഈ വാഹനം ഓടിച്ചത് OP അനിൽകുമാർ തന്നെയാണോ, പാറശാല SH OP അനിൽകുമാർ ആണ് എന്ന് പോലീസിൽ വ്യക്തമാക്കുന്നില്ലെങ്കിൽ കൂടി ഇത് സംബന്ധിച്ച് സ്പെഷ്യൽ ബ്രാഞ്ചാണ്, പോലീസിന്റെ രഹസ്യ അന്വേഷണ വിഭാഗമാണ് ഇത് പാറശാല SH ആണ് എന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്നെ നിലവിൽ കമ്മീഷണർക്ക് കൈമാറിയിട്ടുള്ളത്. ഇങ്ങനെയാകുമ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഈ അനിൽകുമാറിനെതിരെ ഗുരുതരമായ നടപടികൾ അടക്കം ഉണ്ടായേക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.